ഓരോ വ്യക്തിയെയും ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത് സർവ്വ സമ്പത്തുകളോടും കൂടിയാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം അയക്കുമ്പോൾ സ്ത്രീധനം കൊടുത്തയക്കുന്നു, ആഭരണങ്ങൾ, മറ്റ് സമ്മാനങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നു. ഇതെല്ലാം കൊടുത്ത് അയക്കുന്നത് പോലെ ഓരോ വ്യക്തിയും ഭൂമിയിലേക്ക് അയക്കുന്നത് സർവ്വവിധ സ്വത്തുക്കളും കൊടുത്താണ്. അതായത് നല്ല ഒന്നാം തരം 5 ഇന്ദ്രിയങ്ങൾ, പിന്നെ നല്ല മനസ്സ്, ഏത് കാര്യവും ഗ്രഹിക്കാനും വിശകലനം ചെയ്യാനും ശേഷിയുള്ളൊരു ബുദ്ധിയും മനസ്സും, ഓർമ്മ, ഇതെല്ലാം ചേർത്ത് നല്ല കലകൾ അവതരിപ്പിക്കാനോ ആസ്വദിക്കാനോ ഉള്ള ശേഷി ഉൾപ്പെടെ എല്ലാം ചേർത്ത് ഇങ്ങോട്ട് അയക്കുന്നു. ഇവിടെ വന്ന് ഇവന് ഈ വ്യക്തിയോ അവൻ്റെ മാതാപിതാക്കളോ ചേർന്ന് ഇതൊന്നും പ്രയോജനത്തെ കൊള്ളിക്കാതെ നശിപ്പിച്ച് കളയുന്നു പരമാവധി. ഇല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കുകയില്ല. അങ്ങനെ ഇവൻ പട്ടിണിക്കാരനും കൊള്ളുകലാത്തവനും മദ്യപാനിയൊക്കെ ആയിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിതം കഴിച്ചു പോകുന്നു. അവനവനും പാര, നാട്ടുകാർക്കും പാര, കുടുംബത്തിനും പാര. ഇത് സ്വത്തില്ലഞ്ഞിട്ടാണോ? സർവ്വസമ്പത്തും കൊടുത്തല്ല ഇങ്ങോട്ട് അയക്കുന്നത്. അത് നോട്ടായിട്ട് വേണമെങ്കിൽ നോട്ടായിട്ട് മാറ്റാൻ അവന് അവകാശം ഉണ്ടായുള്ള കഴിവുണ്ടല്ലോ. എല്ലാ കഴിവില്ലേ? നോട്ടാക്കണം. നോട്ട് മാക്കാൻ എന്തോ ആണെന്ന് ഈ മാതാപിതാക്കളും ഈ കുട്ടിയും കൂടെ ആലോചിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എന്തും സാധിക്കും, എങ്ങനെയും സാധിക്കും. ഇപ്പോൾ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു സാധനത്തിൻ്റെ ഏജൻസി എടുത്തു, അത് കൊണ്ടു നടന്ന് വിൽക്കുന്നു. ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്നവരുണ്ട് നല്ല അന്തസ്സായിട്ട് സമൃദ്ധമായിട്ട്. രാവിലെ ഒരു ബാഗും തോളയിട്ട് ഇറങ്ങും. ഒരു 10,000-20,000 രൂപയുടെ സാധനം അതിനകത്ത് കാണും. ചെറിയ രീതിയിൽ തുടങ്ങുന്ന ആദ്യം 500 രൂപയും കൊണ്ടൊക്കെ. അതെല്ലാം കൊടുത്ത് വൈകിട്ടേക്ക് നല്ല തുകയായി കിട്ടും. ആ ഡിസ്ട്രിബ്യൂഷൻ ലാഭം എടുക്കും. അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്, സമ്പന്നരാണ്. കൈത്തൊഴിലുകൾ നന്നായിട്ട് ചെയ്ത് സമ്പത്ത് സമ്പാദിക്കുന്നുണ്ട്. ഈ കൈത്തൊഴിലുള്ള കഴിവ് ഈശ്വരൻ കൊടുത്തതല്ലേ. അത് നോട്ടായിട്ട് മാറ്റാൻ അവനൊന്നല്ലേ. ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പോലും കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഇവരെ കൊണ്ട് എന്തിനാ പ്രയോജനം ലോകത്തിന്? ഒന്ന് കൺവേർട്ട് ചെയ്താൽ മതി. സ്വത്തുക്കൾ കൊടുത്തല്ലേ ഇങ്ങോട്ട് വിട്ടത്. അത് നല്ല രീതിയിൽ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ആരെയും സ്വാധീനിക്കാം. ആ കഴിവ് എന്താ ഉപയോഗിക്കാത്തത്? നല്ല ഭാവനയായിട്ട് സംസാരിക്കാൻ ശേഷിയുണ്ട്. ഭാവന ചേർത്ത് ആളുകൾക്ക് ഏതെങ്കിലും കഥാപ്രസംഗരെ കണ്ടിട്ടില്ലേ? നല്ല പ്രസംഗരെ കണ്ടിട്ടില്ലേ? കേട്ടിരുന്ന് പോകും നമ്മൾ. ആ കഴിവ് നമ്മൾ ഉപയോഗിക്കാത്ത എന്താ? ശ്രമിക്കാത്ത എന്താ? നല്ല പാട്ട് പാടാൻ എല്ലാ മനുഷ്യനും കഴിവുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് പാടാൻ കഴിയാത്തത്. ഡെവലപ്പ് ചെയ്യാൻ അതിലെ കാശ് കിട്ടും. എന്ത് രീതിയും ചെയ്യാം. പാചകം ചെയ്യാൻ നന്നായിട്ട് പാചകം ചെയ്യാൻ 1,00,000 രൂപ വാങ്ങുന്നവരുണ്ട്. വെറും പാചകമാണ് ജോലി. ഒരു മാസം 1,00,000 രൂപ വാങ്ങുന്നവർ കേരളത്തിലുണ്ട്. ചില ഹോട്ടലിലുണ്ട്. അത് 1,00,000 രൂപയാണ് ഒരു പാചകക്കാരനവിടെ കിട്ടുന്നത് ഒരു മാസം. എങ്ങനെയാണ് ഈ ഹൈന്ദവൻ മാത്രം ഈ സമ്പത്തില്ലാതെ വരുന്നത്? ഹൈന്ദവൻ ഇതൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല. ഒരു പ്രയോജനവും ചെയ്യാത്ത ഈ ദൈവം കൊടുത്ത ഒരു സ്വത്തുക്കളോ നോട്ടായിട്ട് മാറ്റുന്നില്ല. അത് നമുക്കിവിടെ സാധാരണ മനുഷ്യൻ്റെ ഇടയ്ക്ക് വിനിമയം ചെയ്യാൻ പറ്റുന്ന നോട്ടുകളാണ്. ആ നോട്ടായിട്ട് മാറ്റാത്തത് ആരുടെ കുറ്റമാണ്? ദൈവത്തിൻ്റെ കുറ്റമാണോ? എല്ലാം സ്വത്തില്ലഞ്ഞിട്ടാണോ? അതൊന്നും മാറ്റിയെടുത്താൽ പോരെ. ഇപ്പോഴൊന്ന് അമേരിക്കയിൽ ചെന്നാൽ ഇവിടുത്തെ നോട്ടുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ ചിലവാകുമോ? ഡോളർ മാറ്റിയെടുക്കണം. എന്നതുപോലെ മാറ്റിയെടുക്കണം. ഈ ലോകത്തിൽ എന്തോ ആണ് വേണ്ടത്, ഈ ലോകത്തിന് വേണ്ടതായിട്ട് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിനാണ് ഈ ഇന്ദ്രിയങ്ങളും ബുദ്ധി, ഓർമ്മയും ഭാവനയും കഴിവുകളും എല്ലാം തരും. നടക്കാനും ജോലി ചെയ്യാനും എല്ലാം ഉള്ള കഴിവ് നമ്മൾക്ക് തരുന്നത്. ഇതൊന്നും പ്രയോജനപ്പെടുത്താതെ പട്ടിണി പാവങ്ങളായിട്ട് ഇവിടുത്തെ ഹൈന്ദവ ജനത കഴിയുന്നതിന് കാരണം ഇത് തന്നെയാണ്. ഒരു കാര്യത്തിലും ശരിയായ ഒരു പ്രവർത്തനവും ഇല്ല. ഒന്നിലും തൻ്റെ അടുത്തോടെ ഇറങ്ങുകയില്ല. 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ഈ 5 ഇന്ദ്രിയങ്ങൾ ഒന്നിച്ച് എവിടേക്കൊന്നോ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ പൂർണ്ണ വിജയം അത് കൈവരും. അപ്പോഴേ 5 ഇന്ദ്രിയങ്ങൾ കേന്ദ്രീകരിക്കണം. 5 ഇന്ദ്രിയങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ധനം സമ്പാദിക്കണമെന്നൊരു തോന്നൽ, ഒരാഗ്രഹം മനസ്സിൽ വരിക. അതിനു വേണ്ടിയിട്ട് നമ്മൾ നടക്കേണ്ടിടത്ത് നടക്കണം, കൈകൊണ്ട് ചെയ്യുന്നിടത്ത് ചെയ്യണം.
ഹസ്തദാനം ചെയ്യേണ്ടത് അത് ചെയ്യണം, എഴുതേണ്ടതാണ് എഴുതണം, കൈത്തൊഴിൽ ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. അങ്ങനെ സമ്പാദിക്കാം. നല്ല പ്രസംഗം നടത്തി കാശ് വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ പാചകം ചെയ്യാനുള്ള കഴിവ് അവനവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഈ പാചകം ചെയ്യാൻ ശേഷിയുള്ളവർ സമ്പന്നനാണ്. മാസം 1,00,000 രൂപ കിട്ടിയാൽ പോരെ. ഏറ്റവും കുറഞ്ഞതൊരു 30,000 രൂപ കിട്ടും. ഏറ്റവും കുറഞ്ഞ തുകയാണ് ഒരു മാസം 30,000 രൂപ. അത്രയും കിട്ടുന്നുണ്ട് ടൗണിലൊക്കെ ഹോട്ടലിൽ. 1,00,000 രൂപ വരെ കിട്ടുന്ന ഹോട്ടലുകളുണ്ട്, കേരളത്തിലുണ്ട്, ലോകം മുഴുവനുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് ഈ പാചകം പഠിച്ചിട്ട് അമേരിക്കയിലൊക്കെ പോയിട്ട് വലിയ തുക വാങ്ങുന്നവരുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ പോയി തുക വാങ്ങുന്നവരുണ്ട് വലിയ ഹോട്ടലുകളിൽ നിന്നിട്ട്. ഇവിടെ ഒരക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളെ എനിക്കറിയാം. തീരെ സ്കൂളിൽ പോയിട്ടില്ല, ധനശേഷി ഇല്ലഞ്ഞിട്ട്. നമ്പൂരി ഫാമിലിയിൽപ്പെട്ടവരാണ് അവർ. ചെറിയ രീതിയിൽ ഈ പായസം ഉണ്ടാക്കി ഈ ചെറിയ ചെറിയ ഈ ചടങ്ങുകൾക്ക് ഞങ്ങൾ പായസം ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് കൊടുത്ത് അതിലൂടെ കുറേശ്ശെ വളർന്നു വന്ന് ഇപ്പോൾ ഒരു വലിയൊരു പ്രസ്ഥാനം തന്നെ നടത്തുന്നു. വലിയ സദ്യകളൊക്കെ നടത്തുന്നു. ധനമായി, വാഹനങ്ങളായി, വീടായി, സൗകര്യങ്ങളായി. പാചകം ചെയ്യാനുള്ള കഴിവുള്ള അക്ഷരാഭ്യാസം പോലും ഇല്ല. അത് വീട്ടിലെ മക്കൾക്കും ഇല്ല. ആവശ്യമില്ല. നേരമില്ല. ഈ പാചകം തുടങ്ങിയതുകൊണ്ട് അതിന് കൂടെ പോകണമായിരുന്നു. SSLC ആയിട്ടുള്ളൂ. അതിന് പോകുന്ന കാരണം അവരെല്ലാം ഇപ്പം ഇതാണ്. തത്ത ഈ അടുത്ത കാലത്ത് മരിച്ചു. കുട്ടികളൊക്കെ ഇത് നടക്കുന്നു. ധാരാളം മതി. ഒരു വലിയ ഉദ്യോഗസ്ഥന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനമാണ് ഓരോ വ്യക്തിയുടെയും കണക്കൂട്ടിയാണ് കിട്ടുന്നത്. സമ്പന്നരാണ് അവർ. എന്തിനാ കഴിവില്ലാത്തത്? ഇത് നമ്മൾ അമേരിക്കയിൽ പോയാൽ നമ്മളെ നോട്ടുമാർ ഡോളർ എടുക്കുന്നു എന്നതുപോലെ ദൈവം ഇങ്ങോട്ട് തന്നുവിടുന്ന സമ്പത്തുകൾ നമ്മൾ നോട്ടുകളായിട്ട് മാറ്റാൻ നമ്മൾക്ക് സാധിക്കാത്തതിന് നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഇത് ഹൈന്ദവന് മാത്രമേ സാധിക്കാതിരിക്കുന്നുള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധനശേഷി ഇല്ലാത്തതും ബുദ്ധിമുട്ട് ധനത്തിലുള്ളതും കണ്ടവൻ്റെ അടുക്ക് പോയി വാപൊത്തി നിൽക്കുന്നതും ഹൈന്ദവൻ ജനതയാണ്. ഹൈന്ദവ ജനതയിൽപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആരും ആരെക്കാളും മെച്ചമല്ല. ഈ പല ഗ്രൂപ്പുകളുണ്ടല്ലോ, ഒന്നിനേക്കാൾ മെച്ചമല്ല. എല്ലാം മുതൽ താഴെ വരെ. ഈ മുകളിലും താഴെയൊന്നും ഉള്ളതല്ല. അത് ഒരു കാലത്ത് ഉണ്ടാക്കി വെച്ച ഒരു വികൃതതരമാണ്. നമ്മൾ അംഗീകരിക്കുന്നുമില്ല, അംഗീകരിക്കാനും പാടില്ല. എന്നാലും ഈ ഗ്രൂപ്പ് നമ്മൾ തിരിച്ചു നോക്കിയാൽ എല്ലാ ഗ്രൂപ്പും ഒരുപോലെ തരം ശേഷി കുറവാണ്. ഈ കുറവ് വന്ന് ഇതുകൊണ്ട് തന്നെയാണ്. ദൈവം തന്നെടുത്ത ധനം ഇന്ത്യൻ രൂപയായിട്ട് മാറ്റാൻ പറ്റുന്നില്ല. ഇന്ത്യൻ രൂപയായിട്ട് മാറ്റേണ്ട ചുമതല അതിനുപോലും കപ്പാസിറ്റി ഇല്ല. പട്ടിണി പാവങ്ങളായിട്ട് വല്ലവൻ്റെയും കീഴിൽ ജീവിച്ചാൽ മതി. എന്നാൽ ഈശ്വരൻ്റെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എത്ര പേര് അവിടെ ചുമ്മാ ഈ ചീട്ടുമൊക്കെ കളിക്കുക, വല്ലതും പോയി മാണക്കടയിൽ കുത്തിയിരിക്കുക. വല്ല രാഷ്ട്രീയത്തിൻ്റെ കാര്യം കൊടി പിടിക്കാൻ പോയാൽ ഒരു 500 രൂപ കിട്ടും. അതും എല്ലാ കാലത്തും ഉള്ളതാണ്. ചില പാർട്ടിയുടെ കൂടെ കൊടി പിടിക്കാൻ പോയാൽ ഒരു കുപ്പി വാങ്ങിച്ചാൽ അതിലൊരു 200-150 മില്ലി കിട്ടും. അത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് ജീവിതമാവുമോ? ഇതാണ് ഹൈന്ദവൻ്റെ ഒരു പൊതു സ്വഭാവമാണിത്. ഒരു തരത്തിലും പ്രവർത്തനക്ഷമത കാണിക്കുകയില്ല. ദൈവം തന്നുവിട്ട ഒരു മൂല്യവും മാറ്റിയെടുക്കുകയില്ല, നോട്ടാക്കി മാറ്റിയെടുക്കുകയില്ല. ഒരു കാരണവശാലും മാറ്റിയെടുക്കില്ല. വാശിയാത്. അത് അടുത്ത തലമുറ അതാ കണ്ട് വളരുന്നത്. ചെറുപ്പം മുതലേ, കൊച്ചു കുട്ടിയായിരുന്നു മുതലേ. അവർക്കും അറിയത്തില്ല. ഇങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് അധപ്പതനത്തിൻ്റെ അങ്ങേ അറ്റമാണ് ഇത്. എന്തൊരു ഗതികളുള്ളൂ ഇത്. ഇത് അറിയാൻ പാടില്ലായിട്ടാവും. ഹൈന്ദവ ജനതയെക്കുറിച്ച് കൂടുതൽ അടുത്ത് ഓരോ കുടുംബമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പോൾ അറിയാം അവരുടെ ആ ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടെന്ന്. എല്ലാ ഗ്രൂപ്പിലും ഉള്ളത്. ഒരു പാങ്ങിനൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കുന്നതേ ഉള്ളൂ. ഒന്നും ശരിയല്ല. ഒരു വീട് നേരത്തെ എങ്ങനെയോ ഉണ്ടാക്കി കാണാൻ പറ്റും. അതിൻ്റെ കാണാൻ തീർന്നിട്ടില്ല. ആ വീടും അത്ര നല്ലതൊന്നുമല്ല. അത് മെയിൻ്റെനൻസ് ചെയ്യാൻ പോലും, പെയിൻ്റടിക്കാൻ പോലും കാശ് കയ്യിൽ തികയുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യത്തിന് വേണ്ട പോലെ ചിലവഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ട്യൂഷൻ എടുക്കേണ്ട കേസുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഒന്നും സാധിക്കുന്നില്ല ആവശ്യത്തിന്. ഈ കൺവേർഷൻ ഒന്ന് പഠിക്കുക ആദ്യം. അതായത് ഈശ്വരൻ തന്ന സ്വത്തുക്കൾ ഇന്ത്യൻ നോട്ടുകളായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്നൊന്ന് പഠിച്ചിരുന്നാൽ മതി. ഈ 5 ഇന്ദ്രിയങ്ങളും മനസ്സും ഓർമ്മയും ധാരണയും നല്ല വാചാലമായ നല്ല ശബ്ദവും നല്ല
വാക്ചാതുര്യവും ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും ഇത് ഡെവലപ്പ് ചെയ്യാതെയോ ഇത് ധനത്തിന് വേണ്ടി ഉപയോഗിക്കുകയോ ധനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി. ഡെവലപ്പൊന്നും ചെയ്യാൻ തന്നെ ഡെവലപ്പാവും. ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കി. ധനത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് മനുഷ്യനോട് സംസാരിക്കാൻ ആഗ്രഹത്തോടെ സംസാരിച്ച് നോക്കി. ഇതെല്ലാം തനിയെ ഡെവലപ്പ് ചെയ്ത് വരും. എല്ലാ കഴിവുകളും ഡെവലപ്പ് ചെയ്യും. അങ്ങനെ നോട്ട് ഇന്ത്യൻ നോട്ടുകളായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ദൈവം തന്നുവിട്ട എല്ലാ സ്വത്തുക്കളും ഒത്തിരി ഉണ്ട്. ഭാരിച്ച സ്വത്തുമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഈ സ്വത്തുക്കൾ മുഴുവനൊന്നും കൺവേർട്ട് ചെയ്ത കാര്യമില്ല. മുഴുവൻ ഇവിടുത്തെ ചാച്ചായോ ബെറലോ ആയിപ്പോവും. അത്ര നിലയിലെത്തും. അത് അത്രയും ഉപയോഗിക്കണമെന്നൊന്നുമില്ല. കുറച്ച് മടി പിടിച്ചിരുന്നോ അല്ലെങ്കിൽ ധൂർത്തടിച്ച് കളഞ്ഞോ അതിന് എങ്കിലും കഴിയട്ടെ. എന്നാലും വേണ്ടിയല്ല, കുറച്ചൊന്നും നേടിയെടുക്ക്. അതിൻ്റെ കീഴിലായി പോകാൻ സൂക്ഷിക്കുക. കീഴിലായിപ്പം ഒരു നല്ല പങ്ക്. അടിമയ്ക്കൊന്നും സാധിക്കില്ല. അടിമ വെറും ശവത്തിന് തുല്യമാണെന്ന് കാര്യം മറക്കല്ലേ. ഒരുത്തൻ്റെ അടുക്ക് കൈ മുട്ടി അവൻ്റെ അടിമയല്ലേ. 10 രൂപ ഒരാൾ തന്നാൽ അവൻ്റെ അടിമയാണ്. ഈശ്വരൻ ആർക്കും ഒന്നും കൊടുക്കുകയില്ല. മനുഷ്യൻ അതിനേക്കാൾ കാര്യത്തിൽ വായിക്കുക കൊടുക്കുകയില്ല. ഉള്ളത് അവനെന്തെങ്കിലും ഒന്ന് കിട്ടാൻ ഒന്നും കൊടുക്കുകയില്ല. ഓരോ സ്വത്തും കൊടുക്കുകയില്ല ആർക്കും. മനുഷ്യ പ്രകൃതം അതാണ്. അത് നമ്മൾ അറിയണം. അത് അറിഞ്ഞു വേണം ഇവിടെ ദയവായിട്ട് ഈശ്വരൻ തന്ന ധനം ഒന്ന് ഇന്ത്യൻ നോട്ടായിട്ട് മാറ്റാൻ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഓക്കെ.